ഹായ് ഓൾ എക്സാംബോന്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഒരു കണ്ടന്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് എക്സാംബോൻ എന്ന ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഗൈഡ് വെച്ച് പഠിക്കുകയും ഈ വീഡിയോ കാണുകയും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്കോർ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്താണ്, ക്ലയന്റ് സൈഡ് എന്താണ് അല്ലെ, അതേപോലെ സെർവർ സൈഡ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടും അതിന്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. ഈസി ആയിട്ടൊരു ചാപ്റ്റർ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കുറേ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും എന്ത് അതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ കുറച്ച് അതിനകത്തുള്ള സിൻടാക്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് എന്ത് വരുന്നത്, ചേഞ്ചസ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് മറന്നുപോയത്, ജാവാസ്ക്രിപ്റ്റ് ഈസ് എന്താണ്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആൻഡ് ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ബൈ ഓൾ ബ്രൗസേഴ്സ്. എല്ലാ ബ്രൗസേഴ്സിലും നമ്മൾ എന്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട്, ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ എല്ലാ ബ്രൗസേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആർ യൂസ്ഡ് ഫോർ ദ വാലിഡേഷൻ ഓഫ് ഡാറ്റ അറ്റ് ദ ക്ലയന്റ് സൈഡ് ഇറ്റ് സെൽഫ്. നമുക്ക് വാലിഡേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലയന്റ് സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാലിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, ഇപ്പം നമ്മളെ യൂസർ സൈഡ് വെച്ച് നമ്മൾ എന്താണ്, ഇപ്പോൾ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യാണ്. ഇപ്പോൾ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലെറ്റേഴ്സ് കൊടുക്കാൻ പറ്റില്ല, ലെറ്റേഴ്സ് കൊടുക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ നമ്മളത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എറർ കാണിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആ വാലിഡേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ദിസ് റെഡ്യൂസ് ദ നെറ്റ്വർക്ക് ട്രാഫിക് ആൻഡ് വർക്ക് ലോഡ് ഓഫ് ദ സെർവർ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലയന്റ് സൈഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നെറ്റ്വർക്ക് ട്രാഫിക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എന്താണ്, വർക്ക് ലോഡൊക്കെ, സെർവറിന്റെ വർക്ക് ലോഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ബെർണാഡ് എറിച്ച് എന്ന് പറയുന്ന ഒരു ആളാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്, ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലയന്റ് സൈഡ് ആണ്. എല്ലാ ബ്രൗസേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വാലിഡേഷൻ ഓഫ് ഡാറ്റ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. കാരണം അത് മാത്രമല്ല, നെറ്റ്വർക്ക് ട്രാഫിക് റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ സെർവറിന്റെ വർക്ക് ലോഡ്സ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് ക്ലയന്റ് സൈഡ് എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് സെർവർ സൈഡ് ആണ്. സെർവർ സൈഡ് ജസ്റ്റ് എന്താന്ന് മാത്രമേ പറയുന്നുള്ളൂ. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആർ എക്സിക്യൂട്ടഡ് അറ്റ് ദ സെർവറിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെർവർ സൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ പേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്, റിട്ടേൺ ടു ദ ക്ലയന്റ് ബ്രൗസർ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ സെർവർ സൈഡും ക്ലയന്റ് സൈഡും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റും ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. അപ്പൊ സെർവർ സൈഡ് എന്ന് പറയുന്നത് എന്താണ്, സെർവർ സൈഡിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പേജസ് അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ജാവാസ്ക്രിപ്റ്റ് ഈസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. നമുക്കറിയാം HTML എന്ന് പറഞ്ഞ കേസ് സെൻസിറ്റീവ് ആണ്. അതേപോലെ തന്നെ എന്താണ്, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഓൾ ദ സ്റ്റേറ്റ്മെന്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ് മസ്റ്റ് ബി എന്ത് വേണം, സെമിക്കോളൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, C++ ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിൽ എന്ത് കൊടുക്കണം, സെമിക്കോളൻ ഇടണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. യെസ്, അതന്നെ ഇതിലും സംഭവിക്കുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യണം, എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിൽ നമ്മൾ എന്ത് കൊടുക്കണം, സെമിക്കോളൻ ഇടണം. അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഇഗ്നോർ ദ സ്പേസസ്, ടാബ് ആൻഡ് എന്താണ്, ന്യൂ ലൈൻസ് ദാറ്റ് അപ്പിയർ ഇൻ ദ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാംസ്. കാരണം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്പേസ് ടാബിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോഗ്രാമിൽ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതേപോലെ ജാവാസ്ക്രിപ്റ്റ് വാസ് ഫസ്റ്റ് നോൺ ആസ് എ ലൈവ് സ്ക്രിപ്റ്റ്. നമ്മൾ ജാവാസ്ക്രിപ്റ്റിനെ ആദ്യം വിളിച്ചിരുന്ന പേരെന്താണ്, ലൈവ് സ്ക്രിപ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ മറക്കാതിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ക്ലയന്റ് സൈഡ് ആണ്. എല്ലാ ബ്രൗസേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ വാലിഡേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് ട്രാഫിക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ജാവാസ്ക്രിപ്റ്റ് കൊണ്ടുണ്ട്. അതേപോലെ തന്നെ കേസ് സെൻസിറ്റീവ് ആണ്. അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റ്മെന്റിനും എൻഡിൽ എന്ത് കൊടുക്കണം, സെമിക്കോളൻ കൊടുക്കണം. നമുക്ക് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത്, സ്പേസ്, ടാബ്, ന്യൂ ലൈൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റിനെ ഫസ്റ്റ് വിളിച്ചിരുന്ന പേരെന്താണ്, ലൈവ് സ്ക്രിപ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് സ്ക്രിപ്റ്റ് ടാഗ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റ് എന്താ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് സ്ക്രിപ്റ്റ്, എന്താ
സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ചെറിയൊരു സ്മോൾ പ്രോഗ്രാമിംഗ് കോഡാണ് എന്തെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ HTML ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമിംഗ് കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. കാരണം അത് കൊടുക്കുന്നതിന്റെ ആവശ്യകത എന്താ, നമ്മൾ ആ വെബ് പേജുകളൊക്കെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവാനും അതേപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ സ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഒക്കെ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് ജാവാ സ്ക്രിപ്റ്റ്, കുറേ ലാംഗ്വേജസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജാവാ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒരു ചെറിയൊരു പ്രോഗ്രാം കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്ക്രിപ്റ്റ് നമ്മൾ എന്തിനുള്ളിലാണ് എഴുതുന്നത്, HTML കോഡിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് എഴുതുന്നത് സ്ക്രിപ്റ്റ് നമ്മൾ എഴുതുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, സ്ക്രിപ്റ്റ് ആണ് സ്മോൾ പ്രോഗ്രാം എംബഡ് ഇൻ ദ വെബ് പേജസ് ടു ദ ഇന്ററാക്ട് വിത്ത് യൂസർ ആൻഡ് മേക്ക് ഡൈനാമിക് വെബ് പേജസ്. കാരണം നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സ്മോൾ പ്രോഗ്രാം ആണ്. കാരണം നമ്മളിത് എന്താണ് എംബഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ആ ഒരു HTML പേജിന്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് നമ്മൾ എന്താ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു നല്ല ഡൈനാമിക് വെബ് പേജസ് എന്താണ് ഉണ്ടാക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ സ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പറഞ്ഞ മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാഗ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ എന്താ സ്റ്റാർട്ടിങ്ങിലും ഈ എൻഡിങ്ങിലും നമ്മൾ എന്ത് കൊടുക്കും, ഈ ഒരു ടാഗുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. യൂസ് ടു ഇൻക്ലൂഡ് ദ സ്ക്രിപ്റ്റ് ഇൻ HTML പേജ്. നമ്മൾ HTML പേജിനുള്ളിലാണ് എന്ത് എഴുതുന്നത്, സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റ് നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് മുന്നായിട്ട് എന്ത് എഴുതണം, സ്ക്രിപ്റ്റ് എഴുതണം. അതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ജാവാ സ്ക്രിപ്റ്റ് ആണോ PHP ആണോ എന്താണോ കൊടുക്കുന്നത് അത് നമ്മൾ കൊടുക്കണം. അതെന്താ നമുക്ക് ഓരോ അടുത്തടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റും. The language of attribute of script tag is used to specify the name of the scripting language. കാരണം നമ്മൾ ഈ സ്ക്രിപ്റ്റിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് എന്തെന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ലാംഗ്വേജ്. അപ്പൊ ഞാൻ പറഞ്ഞു PHP ആണ് PHP, ജാവാ സ്ക്രിപ്റ്റ് ആണ് ജാവാ സ്ക്രിപ്റ്റ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് എഴുതണം, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ യൂസ് ചെയ്യണം. ഈ ടാഗിനുള്ളിൽ ഒരു ആട്രിബ്യൂട്ട് ആണ് എന്ത്, ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ആ ലാംഗ്വേജ് എന്താ സ്പെസിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജ് ആണ്, ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതാം. പറഞ്ഞ മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ സ്ക്രിപ്റ്റ് ടാഗ് ക്യാൻ ബി യൂസ്ഡ് ഇൻ HTML ആസ് ഫോളോസ്. ഇങ്ങനെയാണ് എഴുതുക. അവിടെ ശ്രദ്ധിക്കുക, ഇതാണ് അതിന്റെ സിന്റാക്സ്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ്. ഡബിൾ കോട്സിനുള്ളിൽ നമ്മൾ എന്ത് എഴുതി, ജാവാ സ്ക്രിപ്റ്റ് എന്ന് എഴുതി. ഇപ്പൊ നമുക്ക് PHP ആണെങ്കിൽ ഡബിൾ കോട്സിന് എന്ത് കൊടുക്കാം, PHP എന്ന് കൊടുക്കാം. വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം, ASP ആണെങ്കിൽ ഡബിൾ കോട്സിനുള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാം, ആക്റ്റീവ് സെർവർ പേജ്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആ ലാംഗ്വേജ് നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. ദെൻ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, എന്താണോ വേണ്ടത്, നമുക്കിപ്പോൾ എന്താണോ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കേണ്ട പ്രോഗ്രാം കോഡ് അത് എഴുതിയിട്ട് ലാസ്റ്റ് ആയിട്ട് അവസാനം എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക. അപ്പൊ ഇതാണ് ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റ്. മറന്നു പോകരുത്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു എന്താണ്, നമുക്ക് ഏത് വേണോ വേണ്ടത് ആ ലാംഗ്വേജിന്റെ പേര്. ഇപ്പൊ നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതി, ജാവാ സ്ക്രിപ്റ്റ് എന്ന് എഴുതി. അതിന് താഴെ നമ്മൾ എന്ത് എഴുതി, നമുക്ക് വേണ്ട കോഡ് എഴുതി. ഇതിന് അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ സ്ലാഷ് ഇടണം. നമ്മൾ എന്ത് ചെയ്തു, ആ ടാഗ് നമ്മൾ എൻഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ജാവാ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ജാവാ സ്ക്രിപ്റ്റ് പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് ക്രിയേറ്റ് എ വെബ് പേജ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റ്. നമ്മളൊരു ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ വെബ് പേജ് നമുക്ക് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, HTML യൂസ് ചെയ്തിട്ട് നമ്മൾ പല രീതിയിലുള്ള ഫോം ഉണ്ടാക്കി അല്ലെങ്കിൽ ഫ്രെയിം ഉണ്ടാക്കി പല കാര്യങ്ങളും ചെയ്തു. അതുപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജാവാ സ്ക്രിപ്റ്റ് document.write എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ, document.write എന്ന് പറയുന്ന ഫംഗ്ഷൻ is used to print a text in the body of the section of HTML page. നമ്മൾ ജാവാ സ്ക്രിപ്റ്റിൽ document.write എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ HTML പേജിലെ ബോഡി സെക്ഷനിൽ എന്താണോ കൊടുത്തത് ആ ബോഡി സെക്ഷനിലെ കാര്യങ്ങൾ പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, document.write എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ C++ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ സി ഔട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് സി ഔട്ട് സി എന്ന് വെച്ചാൽ ഇൻപുട്ട് കൊടുക്കുന്നത്, സി ഔട്ട് എന്ന് പറയുമ്പോൾ പ്രിന്റ് കൊടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ബോഡി സെക്ഷനിലെ കാര്യങ്ങൾ പ്രിന്റ് ചെയ്തെങ്കിൽ ഔട്ട്പുട്ടിലോട്ട് വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്, document.write എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ, മറന്നു പോകരുത്. document.write എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ആ ഒരു ബോഡി സെക്ഷനിലെ കാര്യങ്ങൾ പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്
ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ വി ക്യാൻ റൈറ്റ് ജാവാസ്ക്രിപ്റ്റ് ഇൻ HTML പേജ് ആൻഡ് സേവ് വിത്ത് ദ .html എക്സ്റ്റൻഷൻ. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ HTML പേജിലാണ് ഞാൻ പറഞ്ഞു HTML ഉള്ളിലാണ് നമ്മൾ എന്ത് എഴുതുക, ജാവാസ്ക്രിപ്റ്റ് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും, .html എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ നമ്മൾ സാധാരണ സേവ് ചെയ്യുന്നില്ലേ, അതുപോലെ സേവ് ചെയ്യുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ബ്രൗസറിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്യും. നമ്മൾ നോർമലി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കാണിച്ചു തന്നില്ല, അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് പ്രത്യേകത എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റും കൂടെ ഇതിനകത്ത് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സേവ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നൊക്കെ എന്താണ്, സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വെബ് പേജ് ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് പറഞ്ഞു. അതിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ഫംഗ്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സേവ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മൾ എന്ത് നോർമലി HTML ഓപ്പൺ ചെയ്തു. ദെൻ എന്താണ് ഹെഡ്, ടൈറ്റിൽ, ജാവാസ്ക്രിപ്റ്റ്, എന്താണ് വെൽക്കം, ടൈറ്റിൽ ക്ലോസ് ചെയ്ത് ഹെഡ് ക്ലോസ് ചെയ്ത് ബോഡിയിൽ എന്ത് ചെയ്തു, ഇതിനുള്ളിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് സീക്വൽ എന്ത് കൊടുത്തു, ഞാൻ ജാവാസ്ക്രിപ്റ്റ് ഒന്ന് കൊടുത്തു. നമുക്ക് അപ്പൊ കമ്പനി ഇതിന് മനസ്സിലാവും എന്താണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ്, ജാവാസ്ക്രിപ്റ്റ് എന്ന് മനസ്സിലാവും. ദെൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത് എന്താണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ആ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ത്, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പൊ ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ സേവ് ചെയ്യുന്നത് എങ്ങനെയാ, .html വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അത് ആ ബ്രൗസർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റിസൾട്ട് ആണ് ഇവിടെ കാണിച്ചത്, ഔട്ട്പുട്ട് ആണ് ഇവിടെ ഞാൻ കാണിച്ചത്. എന്ത് കാണിക്കും, നമുക്ക് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കാണിക്കും. കാരണം നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത എന്താണ്, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്നാണ്. ആ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കും. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് റൺ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച പ്രോഗ്രാം ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, സേവ് ആസിൽ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേവ് ആസിൽ പോയിട്ട് എന്ത് ചെയ്തു, ഡെസ്ക്ടോപ്പിൽ ഞാൻ എന്ത് ചെയ്തു, സേവ് ചെയ്ത് ന്യൂ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ആ പേരാണ് ഇവിടെ കാണിക്കുന്നത്, ന്യൂ HTML. നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, .html വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സേവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കാണിക്കും, ന്യൂ എന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കുക നിങ്ങൾ, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. അപ്പൊ നമ്മൾ എന്താണോ ഇതിനുള്ളിൽ കൊടുത്തത്, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് കാണിക്കണം സ്ക്രീനിൽ, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം എന്ത് കൊടുത്തു, സെമിക്കോളം കൊടുത്തു. ആദ്യം നമ്മൾ എന്ത് കൊടുത്തു, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് കൊടുത്തിരുന്നു, ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ അതിന് ശേഷം സേവ് ആസ് കൊടുത്തു. എന്ത് ചെയ്തു, ഞാൻ സേവ് ചെയ്തു. ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെസ്ക്ടോപ്പിൽ നോക്കാം. ഡെസ്ക്ടോപ്പിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു ബ്രൗസറിൻ്റെ ഐക്കണായിട്ട് ഇവിടെ കണ്ടോ, ന്യൂ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, ക്രിയേറ്റിംഗ് ഫംഗ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന വേർഡ് കുറേ ടൈം കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും ഫംഗ്ഷൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് പ്രോഗ്രാം ആണ്. ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ, ഒരു ടാസ്ക് നമുക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു സെറ്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ കോഡ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോഗ്രാമിൽ എവിടെയും ഏത് സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. എ ഫംഗ്ഷൻ ഈസ് എ സെറ്റ് ഓഫ് റിയൂസബിൾ കോഡ് യൂസ്ഡ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള എന്താണ്, ഒരു കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു റീയൂസബിൾ കോഡാണ്. റീയൂസബിൾ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ആ പ്രോഗ്രാമിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് റീയൂസബിൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ഇറ്റ് ക്യാൻ ബി കോൾഡ് എനിവെയർ ആൻഡ് എനി നമ്പർ ഓഫ് ടൈംസ് ഇൻ ദ പ്രോഗ്രാം. ആ പ്രോഗ്രാം നമുക്ക് എവിടെ വേണമെങ്കിലും എന്താണ്, എത്ര ടൈം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഈ ഫംഗ്ഷൻസിന് രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്, ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഉണ്ട്. ഈ ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഇൻബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിൽഡ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, യൂസേഴ്സ് അവർക്ക് ആവശ്യമുള്ള പോലെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മളൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുക. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു സെറ്റ് ഓഫ് കോഡാണ്. ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാനുള്ള എന്താണ്, സെറ്റ് ഓഫ് കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് റീയൂസബിൾ കോഡാണ്.
അപ്പൊ നമുക്ക് അതിന്റെ സിന്റാക്സ് നോക്കാം. ഇവിടെ നോക്കിക്കേ, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാ സ്ക്രിപ്റ്റ്. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ എന്ത് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാ സ്ക്രിപ്റ്റ് കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്തു, ഫംഗ്ഷൻ നെയിം. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ കീവേഡ് ആണ്. ഓക്കെ ആണ്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് എന്താണ്, കീവേഡ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ നെയിം ആയിട്ട് കൊടുക്കാം. then അതിന്റെ എന്താണ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും അതിനുള്ളിൽ. then എന്ത് സ്ക്രിപ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഫംഗ്ഷന്റെ സിന്റാക്സ് പറയുന്നത്. അപ്പൊ മാറിപ്പോവരുത്, നിങ്ങൾ ഓർത്ത് വെക്കണം. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാ സ്ക്രിപ്റ്റ് നോർമലി നമ്മൾ എഴുതുന്ന പോലെ തന്നെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ നെയിം, then അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തൊരു എക്സാമ്പിൾ നോക്കാം ഇതിന്റെ. നോക്കിക്കേ, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. then ഫംഗ്ഷൻ, ഇതെന്താ കീവേഡ് ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ, പ്രിന്റ് ആണ് ഫംഗ്ഷന്റെ നെയിം. പറഞ്ഞാൽ മനസ്സിലായോ, പ്രിന്റ് ആണ് നെയിം. then document dot write വെൽക്കം ടു എന്ത് കൊടുത്തു, നമ്മള് ജാവാ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് വരും, നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യും, കാണിക്കും. വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ് എന്ന് പ്രിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കാണിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഫംഗ്ഷന്റെ എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ മറന്നു പോകരുത്, സിന്റാക്സ് എഴുതുമ്പം ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് കീവേഡ് ആണ്. then അതിന് നെയിം ആണ് എന്ത് കൊടുക്കുന്നത്, പ്രിന്റ് എന്ന് കൊടുക്കുന്നത്. നമ്മൾ സിന്റാക്സ് എഴുതുമ്പോൾ എന്ത് കൊടുക്കും, ഫംഗ്ഷൻ നെയിം എന്ന് കൊടുക്കും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫംഗ്ഷന്റെ ഒരു പ്രോഗ്രാം ആണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കുക എല്ലാവരും. ഇവിടെ നോക്കുക, HTML ഹെഡ് ടൈറ്റിൽ എന്ത് ചെയ്തു, ജാവാ സ്ക്രിപ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ടൈറ്റിൽ കൊടുത്തു. then എന്ത് ചെയ്തു, ആ ഹെഡിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഫംഗ്ഷൻ നെയിം എന്ത് കൊടുത്തു, പ്രിന്റ് കൊടുത്തു. ആ ഫംഗ്ഷനുള്ള എന്താ നമ്മൾ കൊടുത്തത്, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്ത് വരേണ്ടത്. ഓക്കെ ആണ്, ഇതാണ് ഫംഗ്ഷൻ. അപ്പൊ ഇതിനെ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തു. then സ്ക്രിപ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തു, എന്നിട്ട് ഹെഡ് നമ്മൾ ക്ലോസ് ചെയ്തു. then ബോഡിന്റെ ഉള്ളിൽ, ഇപ്പൊ നമ്മൾ ബോഡിന്റെ ഉള്ളിൽ എന്ത് കൊടുത്തു, സ്ക്രിപ്റ്റ്. വീണ്ടും ഇത് ബോഡി ഓപ്പൺ ചെയ്തു, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാ സ്ക്രിപ്റ്റ്. പ്രിന്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, കോൾ ചെയ്തു. പ്രിന്റ് എന്ന് പറയുന്ന സംഭവം എന്താ, ഇതാണ് ഫംഗ്ഷൻ നെയിം അല്ലെ. ഈ ഫംഗ്ഷൻ നെയിം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കോൾ ചെയ്തു. ഇവിടെ കോൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളെ ഔട്ട്പുട്ടിൽ എന്താണോ ഈ പ്രിന്റിനുള്ളിൽ ഉള്ളത്, പ്രിന്റിനുള്ളിൽ എന്താണത്, വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ്. അത് എന്തായിട്ട് കാണിക്കും, പ്രിന്റ് ചെയ്തിട്ട് കാണിക്കും. ഓക്കെ ആണല്ലോ. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്ത് ബോഡി ക്ലോസ് ചെയ്ത് എന്ത് ചെയ്തു, HTML നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ ആണോ പറഞ്ഞത്? ഒന്നുമില്ല, ബേസിക്സ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഹെഡ് സെക്ഷനിലാണ് എന്ത് കൊടുത്തത്, നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് നമ്മൾ എന്ത് ചെയ്തത്, കൊടുത്തത്. അപ്പൊ അതിൻ്റെ അത് ഫംഗ്ഷൻ നാം എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, അത് ക്ലോസ് ചെയ്തിട്ട് ഈ ബോഡിയിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, സ്ക്രിപ്റ്റ് ചെയ്തു. അതിൽ എന്ത് ചെയ്തു, ഫംഗ്ഷൻ നമ്മുടെ കോൾ ചെയ്തു. ഇവിടെയാണ് ഫംഗ്ഷൻ കോളിംഗ് നടക്കുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പ്രിന്റിനകത്ത് എന്താണോ ഉള്ളത് അതായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഔട്ട്പുട്ടിൽ തെളിഞ്ഞു വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കാണിക്കുക, വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ്. കാരണം ഫംഗ്ഷൻ എന്ന് പറയുന്ന അതിനെന്താണ്, ടൈറ്റിലാണ്. അതിനുശേഷം എന്ത് ചെയ്തു, ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കാണിക്കും, വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സേവ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, .html കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. then എന്ത് ചെയ്യുന്നത്, ഡെസ്ക്ടോപ്പിലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കിട്ടും. then ബ്രൗസർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കാണിക്കും, ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഡാറ്റ ടൈപ്സ് ഇൻ ജാവാ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡാറ്റ ടൈപ്സ് എന്നാ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ C++ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഡാറ്റ ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ഇൻഡ്, ഫ്ലോട്ട്, ക്യാർ അല്ലെ. നമ്മൾ എന്ത് ഡാറ്റ ആണോ കൊടുക്കുന്നത് അത് എന്ത് ടൈപ്പാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്നത്. അപ്പൊ ഇൻഡ് A എന്ന് പറയുമ്പോൾ ആ A എന്ന് പറഞ്ഞ എന്തായിരിക്കും, ഇൻഡിജർ ആയിരിക്കും അല്ലെ. ഫ്ലോട്ട് A എന്ന് പറയുമ്പോൾ ആ A എന്ന് പറഞ്ഞ എന്തായിരിക്കും, ഫ്ലോട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ജാവാ സ്ക്രിപ്റ്റിൽ എന്ത് പറയുന്നുണ്ട്, ഡാറ്റ ടൈപ്പ് പറയുന്നുണ്ട്. അപ്പൊ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ എന്താ, സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ. എന്താണ് ആ ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഓപ്പറേഷൻ ദാറ്റ് ക്യാൻ ബി എന്താണ് പെർഫോംഡ് ഓൺ ദ ഡാറ്റ. അത് മാത്രമല്ല അതിന്റെ ഓപ്പറേഷൻസ് പെർഫോം കൂടെ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജാവാ സ്ക്രിപ്റ്റിൽ പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് എന്താണ് ഡാറ്റ ടൈപ്പ് ആണത്, നമ്പർ, സ്ട്രിംഗ് ആൻഡ് ബൂളിയൻ. ബേസിക്കലി നമ്മൾ 3 ടൈപ്പ് ഡാറ്റ ടൈപ്പാണ് എന്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ജാവാ സ്ക്രിപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, നമ്പർ എന്ന് പറയുന്നത് ഇൻഡിജേഴ്സും ഫ്ലോട്ടിംഗ് പോയിന്റ്സ് ഒക്കെ എന്താണ് ഇൻക്ലൂഡ് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ C++ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിജറിനെ സെപ്പറേറ്റ് എഴുതുന്നുണ്ട്, ഫ്ലോട്ട് സെപ്പറേറ്റ് എഴുതുന്നുണ്ട്. അങ്ങനെ ഒരു ആവശ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നില്ല. നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് 12, 3.14 ഇതൊക്കെ നമുക്ക് എന്തിൽ വരും, നമ്പർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിൽ വരും. ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇൻക്ലൂഡ് ക്യാരക്ടേഴ്സ്, നമ്പേഴ്സ്, സിമ്പിൾസ് എൻക്ലോസ്ഡ് വിത്തിൻ ദ ഡബിൾ കോഡ്സ്. ഇപ്പൊ നമ്മൾ ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്താലും, ഇപ്പൊ നമ്മൾ ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് എന്തായിട്ട് മാറും, സ്ട്രിംഗ് ആയിട്ട് മാറും. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ, ഡബിൾ കോഡ്സിന് HSS at 12 എന്ന് കൊടുത്തു.
അതേപോലെ 5050 കൊടുത്തു. ഇതൊക്കെ എന്ത് തന്നെയാണ്? സ്ട്രിങ് ആണ്. നമ്മൾ ഡബിൾ കോട്സിനകത്ത് എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അത് എന്തായിട്ടാണ് റീഡ് ചെയ്യുക? സ്ട്രിങ് ആയിട്ടാണ് അത് കാണിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ബൂളിയൻ ആണ്. ബൂളിയൻ എന്ന് പറയുന്നത് എന്താ? ദി ഓൺലി വാല്യൂസ് ആർ ട്രൂ ആൻഡ് ഫോൾസ്. നമുക്ക് ട്രൂ ആൻഡ് ഫോൾസ് ആ വാല്യൂ മാത്രം കാണിക്കുന്നതാണ് എന്ത്? ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. ദ വാല്യൂസ് ആർ നോട്ട് ഇൻ ദ ഡബിൾ കോട്സ്. നമുക്ക് ഇതിനകത്ത് വാല്യൂസ് എന്ത് കൊടുക്കണ്ട? ഡബിൾ കോട്സ് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ ബൂളിയൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്? അതിനകത്ത് ട്രൂവും ഫോൾസും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, നമുക്ക് ഡാറ്റ ടൈപ്പ് എന്താന്ന് പറഞ്ഞു, നമുക്ക് എന്താ ഒരു ഡാറ്റയുടെ ടൈപ്പ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ്. 3 ടൈപ്പാണ് പ്രധാനമായിട്ടുള്ള: നമ്പർ, സ്ട്രിങ്, ബൂളിയൻ. നമ്പർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻറ്റീജറും ഫ്ലോട്ടും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സ്ട്രിങ് എന്ന് പറയുന്നത് എന്താ? ഡബിൾ കോട്സിൽ കൊടുക്കുന്ന എന്തും എന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. ബൂളിയൻ എന്ന് പറയുന്നത് എന്താ? ഓൺലി പെർഫോം ട്രൂ ആൻഡ് ഫോൾസ്. ഇത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അതിൽ കാണിക്കുള്ളൂ. ഓക്കെ ആണോ? ഇത് നമ്മൾ പറയുന്നത് വേരിയബിൾസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആണ് അല്ലെ. വേരിയബിൾസ് എന്താണെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ജാവാസ്ക്രിപ്റ്റിൽ എന്താ വേരിയബിൾസ് എന്ന് വെച്ചാൽ, വേരിയബിൾസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് വാല്യൂസ്. നമ്മൾ വേരിയബിൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വാല്യൂസ് സ്റ്റോറിംഗിന് വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഇൻ ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് ആർ ഡിക്ലെയർ യൂസിങ് var എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്യുന്നത്? വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിൽ. മറന്നു പോകരുത്, നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്? var എന്ന് പറയുന്ന കീവേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. കാരണം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് വാല്യൂസ് ആണ്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്? var എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സിന്റാക്സ് നോക്കിക്കേ. var വേരിയബിൾ നെയിം നമ്മൾ var എന്ന് കൊടുത്തു, then അതിനുശേഷം എന്ത് കൊടുത്തു? ഒരു നെയിം കൊടുത്തു. ഫോർ എക്സാമ്പിൾ var എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. var എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വേരിയബിൾ നെയിം, അതിന്റെ കീവേഡ് ആണ്. then എക്സ് എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ നെയിം ആണ്. അപ്പൊ ഈ വേരിയബിൾ ഹാസ് നെയിം, വാല്യൂ ആൻഡ് മെമ്മറി ആണ്. വേരിയബിളിനകത്ത് എന്തുണ്ട്? നെയിം, വാല്യൂ, അതിന്റെ മെമ്മറി, അഡ്രസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ വേരിയബിൾസ് യൂസ് ടു ഡിക്ലെയർ ഓൾ ടൈപ്പ് ഓഫ് വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്റ്, ഫ്ലോട്ട്, ക്യാരറ്റിനൊക്കെ C++ കൊടുക്കുന്നില്ലേ? അപ്പൊ അതിന് പകരമായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ എന്ത് മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനൊരു var എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ടൈപ്പ് എന്താണ് വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. മറന്നുപോയത്, നമ്മളിപ്പം C++ലാണെങ്കിൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആണ് നമ്മൾ കൊടുക്കാറ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റൊരു സംഭവം വെച്ചിട്ട് തന്നെ, ഇപ്പൊ var എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? എല്ലാ ടൈപ്പ് ഓഫ് വേരിയബിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ മറന്നു പോകരുത്, ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്? var എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ഡിക്ലെയർ ചെയ്യുന്നത്? വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. var എന്ന് പറഞ്ഞ കീവേഡ് ആണ്. ദെൻ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? ആ വേരിയബിളിന് നെയിം കൊടുത്തു. ദെൻ എക്സ് ഈക്വൽ ഞാൻ എന്ത് കൊടുത്തു? 10 എന്ന് കൊടുത്തു. വൈ ഈക്വൽ എന്ത് കൊടുത്തു? കേരള എന്ന് കൊടുത്തു. ഇവിടെ ശ്രദ്ധിച്ച കേരള എന്ന് പറയുന്നത് ഡബിൾ കോഡ്സ് ഉണ്ട്. അപ്പൊ അത് എന്തായിരിക്കും? സ്ട്രിങ് ആയിട്ടാണ് അത് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ 10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്പർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എടുക്കാറ്. അപ്പൊ ഇൻ ദ എബോവ് എക്സാമ്പിൾ ദ വേരിയബിൾ എക്സ് ഈസ് എന്താണ്? എക്സ് ഓഫ് എ നമ്പർ ടൈപ്പ് ആൻഡ് വൈ ഈസ് എന്താണ്? സ്ട്രിങ് ടൈപ്പ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ് എന്ന് പറഞ്ഞ എന്ത് ടൈപ്പ് ആണ്? നമ്പർ ടൈപ്പ് ആണ്. ദെൻ വൈ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രിങ് ടൈപ്പ് ആണ്. കാരണം നമ്പർ അവിടെ കൊടുത്തത് നമ്മൾ നോർമലി നമ്പർ പോലെയാണ്. ഡബിൾ കോഡ്സിനുള്ളിൽ കൊടുത്തിട്ട് അത് എന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും. ദ var സ്റ്റോർ ദ ബോത്ത് ടൈപ്പ് ഓഫ് ഡാറ്റ. ഈ വേരിയബിൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് സംഭവത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യുന്നുണ്ട്. ടു ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് വേരിയബിൾ വി യൂസ് ദ ഫംഗ്ഷൻ ടൈപ്പ് ഓഫ്. നമുക്ക് എന്താണ് വേരിയബിൾ ഏത് ടൈപ്പാന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്, നമ്മൾ ടു ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് വേരിയബിൾ, നമ്മൾ ആ ഒരു വേരിയബിൾ ഏത് ടൈപ്പാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ത് കൊടുത്താൽ മതി? ടൈപ്പ് ഓഫ് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈ എന്ത് ടൈപ്പാ നമുക്ക് എന്ത് ചെയ്യും? അവിടെ കാണിക്കും. വൈ ഇവിടെ എന്താണ്? സ്ട്രിങ് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്തിട്ട് എന്താ കാണിക്കുക? സ്ട്രിങ് എന്ന് പ്രിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കാണിക്കും. പറഞ്ഞ മനസ്സിലായപ്പോ ഇതാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. വേരിയബിൾ var എക്സ് വൈ. var എന്ന് പറഞ്ഞ എന്താണ്? കീവേഡ് ആണ്. എക്സും വൈ എന്താണ്? വേരിയബിൾ നെയിം ആണ്. എക്സ് എന്ന് പറഞ്ഞ നമ്മൾ 10 കൊടുത്തു. 10 എന്ന് പറഞ്ഞ നമ്പർ ആണ്. ദെൻ വൈ എന്ന് പറഞ്ഞ എന്താണ്? സ്ട്രിങ് ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് നമ്മളൊരു വേരിയബിൾ ഏത് ടൈപ്പാന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ത്? ടൈപ്പ് ഓഫ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ടൈപ്പ് ഓഫ് വൈ എന്ന് കൊടുക്കുമ്പോൾ വൈ എന്താണ്? സ്ട്രിങ് ആണ്. അപ്പൊ നമുക്ക് അവിടെ പ്രിന്റ് എന്ത് കാണിക്കും? സ്ട്രിങ് എന്ന് കാണിക്കും പ്രിന്റ് ചെയ്തിട്ട്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻസും അതേപോലെ വേരിയബിൾ ഒക്കെ വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ കാണിക്കുന്നത്. എക്സാമ്പിൾ ടു ക്രിയേറ്റ് എ വെബ് പേജ് ടു ഫൈൻഡ് സം ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിനെ സം കാണണം. അതിനൊരു HTML ഒരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്തു? HTML ഹെഡ് ടൈറ്റിൽ ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് കൊടുത്തു. ടൈറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ദെൻ ഹെഡിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഫംഗ്ഷൻ നെയിം എന്താ? ആഡ് എന്നാണ് ഫംഗ്ഷന് നെയിം കൊടുത്തത്. ദെൻ എന്ത്? ബേസ് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് കൊടുത്തു? കാരണം നമുക്ക് കുറെ വേരിയബിൾസ് ഉണ്ട്. var എന്ന് പറയുന്നത് എന്താണ്?
അതിന്റെ കീവേഡ് ആണ് എം എൻ സം. അതാണ് വേരിയബിൾസിന്റെ ഒരു 3 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇപ്പൊ എം എന്ന് പറയുന്നത് 20 കൊടുത്തൊരു നമ്പർ, എൻ എന്ന് പറയുന്നത് എന്താ സം എന്ന് കൊടുത്തു, സോറി എൻ എന്ന് പറയുന്നത് 10 എന്ന് കൊടുത്തു, സം എന്ന് പറയുന്നത് എന്താ എം പ്ലസ് എൻ എന്ന് കൊടുത്തു. ദെൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇസ് ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത് എന്താ സമ്മ്, ദെൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന സംബന്ധിച്ചാൽ ആ സമ്മിലുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, അതിലോട്ടേക്ക് പോകണം. ഇതാണ് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, അത് നമ്മൾ എവിടെ കൊടുത്തത്, ഹെഡിന്റെ ഉള്ളിലാണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. അപ്പൊ നമ്മുടെ മെയിൻ ബോഡി നമ്മൾ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് കൊടുത്തു, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തു. ആഡ് എന്ന് പറയുന്നതിന് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, കോൾ ചെയ്തു. ഈ ഒരു ഫംഗ്ഷൻ ഞാൻ എന്ത് ചെയ്തു, കോൾ ചെയ്തു. അപ്പൊ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ പ്രിന്റ് ചെയ്തിട്ട് വരുന്നത്, എമ്മും എന്നിൽ എന്താ ഉള്ളത്, 20യും 10 ആണ് അല്ലെ. അപ്പൊ 20 പ്ലസ് എന്ത് കാണിക്കും, 10 30. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കാണിക്കുന്നതിന് ബോഡി ക്ലോസ് HTML ക്ലോസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ ഡോട്ട് HTML വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അതിനുശേഷം ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണിക്കും, സംസ് ഈക്വൽ ടു 30 എന്ന് കാണിക്കും. അപ്പൊ ഇവിടെ നോക്കി, ആദ്യം നമ്മൾ ഫംഗ്ഷൻ കൊടുത്തു, വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, ഇവിടെ ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. അപ്പൊ ഇതാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തത്, നോട്ട് പാഡ് എടുത്തിട്ട് ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ വേരിയബിൾസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി C++ൽ പഠിച്ച അതേ സെയിം ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് നമ്മൾ എന്തിലും വരുന്നത്, ജാവാസ്ക്രിപ്റ്റിലും വരുന്നത്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സിൻടാക്സിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ സിമിലർ ആണ്, അതിന്റെ വർക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെയാണ് സിമിലർ ആണ്. അപ്പം മെയിൻ ആയിട്ട് വരുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അരിതമാറ്റിക് ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ദെൻ ലാസ്റ്റ് വൺ എന്താണ്, സ്ട്രിംഗ് കൺകാറ്റനേഷൻ ഓപ്പറേറ്റർ. അപ്പൊ എക്സാമിന് ചോദിക്കാറുണ്ട് ജാവാസ്ക്രിപ്റ്റിലെ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഓരോ ഓപ്പറേറ്റേഴ്സിനെയും 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, അരിതമാറ്റിക് ഓപ്പറേറ്റർ. അപ്പൊ ഈ അരിതമാറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ എല്ലാവരും, നമുക്കറിയാം മെയിൻ ആയിട്ട് വരുന്ന അരിതമാറ്റിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാ, പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ദെൻ ഡിവിഷൻ, എന്താണ് മോഡുലസ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ അല്ലെങ്കിൽ ഈ C++ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ആണ് അല്ലെ. അപ്പൊ നോർമലി നിങ്ങൾ എന്ത് എക്സാമിന് എഴുതുമ്പോൾ ഈ ഫോർമാറ്റിൽ എന്ത് ചെയ്യാം, എഴുതുക. അഡീഷൻ എന്ന് പറയുമ്പോൾ ആ രണ്ട് നമ്പർ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പം x ഈക്വൽ ടു y പ്ലസ് 10 എന്ന് പറയുമ്പോൾ വാല്യൂ ഓഫ് y 15 ആണ്, റിസൾട്ട് എന്ത് വരും, അപ്പം 25 എന്ന് വരും അല്ലെ. അപ്പൊ നമ്മൾ വൈയുടെ വാല്യൂ ഇവിടെ എന്താണ് 15 അല്ല, അപ്പൊ എന്ത് വരും, 15 പ്ലസ് 20 എന്ത് വരും, 25 എന്ന് വരും അല്ലെ. അതേപോലെ x ഈക്വൽ ടു y മൈനസ് 10 എന്ന് പറഞ്ഞാൽ 15 മൈനസ് 10 എന്ത് വരും അല്ലെ, 15 മൈനസ് 10 ഇസ് ഈക്വൽ ടു 5 എന്ന് വരും. ദെൻ എന്താ 15 ഇൻറ്റു അല്ലെ 3. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ വാല്യൂസ് എന്തായിക്കൊണ്ടിരിക്കും, നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ y ബൈ എന്താണ്, അങ്ങനെ എന്താണ് വരുന്ന ആ വാല്യൂസ് നമുക്ക് എന്തായിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ മോഡുലസ് ഓപ്പറേറ്റർ അല്ലെ. മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, മോഡുലസ് ഓപ്പറേറ്റർ. മറന്നു പോകരുത്, കാരണം മോഡുലസ് എന്ന് പറയുമ്പോൾ എന്താണ്, റിമൈൻഡർ ആണ്. ഇതാണ് അരിതമാറ്റിക് ഓപ്പറേറ്ററിൽ വരുന്നത്. അതുകൂടാതെ തന്നെ എക്സ്ട്രാ 2 ഓപ്പറേറ്ററും കൂടി ഇതിന്റെ അകത്ത് അരിതമാറ്റിക്കിൽ വരുന്നുണ്ട്. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് പ്ലസും അതേപോലെ തന്നെ മൈനസ് മൈനസും. അതും ജാവാസ്ക്രിപ്റ്റിൽ ഇതിലാണ് വരുന്നത്, അരിതമാറ്റിക് ഓപ്പറേറ്ററിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ C++ലൊക്കെ പഠിച്ചത് എന്താണ്, ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പകരം നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എന്താണ്, അരിതമാറ്റിക് ഓപ്പറേറ്റർ ആയിട്ട് തന്നെയാണ് എന്ത് വരുന്നത്, ഇൻക്രിമെന്റും ഡിക്രിമെന്റും വരുന്നത്. അപ്പൊ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താ, x ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ i പ്ലസ് പ്ലസ് അല്ലെങ്കിൽ i പ്ലസ് പ്ലസ് i എന്ന്, അതേപോലെ തന്നെയാണ് എന്ത്, x ഈക്വൽ ടു പ്ലസ് പ്ലസ് i എന്ന് പറയുമ്പോൾ എന്താ, 15 പ്ലസ് എന്താവും 1 ആവുന്നതാണ് 16 വരുന്നത്. x ഈക്വൽ ടു എന്താണ്, y പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ 15 തന്നെ ആയിരിക്കും. ആ ഒരു റേഞ്ചിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വ്യത്യാസം വരും. നമ്മൾ ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ എന്താണ് ആ ഒരു സംഭവം ഒന്ന് കൂട്ടുക, അതാണ് വരുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് വരും, ആ വാല്യൂ അത് തന്നെ ആയിരിക്കും. ഈ ഒരു ഷേപ്പിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് കുറയ്ക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്ന ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ a ഈക്വൽ ടു b എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ a ഈക്വൽ ടു ബി, ഫസ്റ്റ് വൺ അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ വരുന്നത് എന്താണ്, a ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ വാല്യൂ ഓഫ് a എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്, വാല്യൂ ഓഫ് b എന്താണ്, 3 ആണ്. അപ്പൊ a ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ബിയിൽ കിടക്കുന്ന വാല്യൂ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും, 3ന്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യും. അപ്പൊ റിസൾട്ട് നമുക്ക് എന്താ ഉണ്ടാവുക, ബിയിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ ആണോ. അടുത്ത ഓപ്പറേറ്റർ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അപ്പൊ അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ വരുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെ, ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, മൾട്ടിപ്ലിക്കേഷൻ, ദെൻ ഡിവിഷൻ ഈക്വൽ ടു, ദെൻ മോഡുലസ് ഈക്വൽ ടു. ഇങ്ങനെയാണ് അസൈൻമെന്റ് ഓപ്പറേറ്ററിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഫസ്റ്റ് വൺ ഈക്വൽ ടു ആണ് അസൈൻമെന്റ്, a ഈക്വൽ ടു ബി. ഇപ്പൊ a ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആണ്, വാല്യൂ ഓഫ് a എന്ന് പറഞ്ഞ 10 ആണ്, വാല്യൂ ഓഫ് b എന്താണ് 3 ആണ്. അപ്പൊ നമ്മൾ a ഈക്വൽ ടു ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിയിലെ വാല്യൂ എങ്ങോട്ടേക്ക് പോകും, എയിലോട്ടേക്ക് സ്റ്റോർ ആവും, അല്ലെങ്കിൽ അത് അസൈൻ ചെയ്യും. അപ്പം എന്റെ റിസൾട്ട് എന്തായിരിക്കും വരും, അപ്പൊ നമ്മൾ എ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യാവുന്ന സമയത്ത് റിസൾട്ട് എന്ത് വരും,
3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കാണിക്കും, പ്രിന്റ് ചെയ്തിട്ട് കാണിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന അസൈൻമെന്റ്. ദെൻ ആഡ് ആൻഡ് അസൈൻമെന്റ് എന്ന് പറയുന്നത് എന്താ, a പ്ലസ് ഈക്വൽ ടു ബി എന്നാണ്. a പ്ലസ് ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ ബിയുടെ വാല്യൂം കൂടെ എന്ത് ചെയ്യും, നമ്മൾ ആഡ് ആവും. എന്ന് വെച്ചാൽ എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ എന്താണ് 3 ആണ്. അപ്പം a പ്ലസ് ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എന്താ, a പ്ലസ് ബി ആണ് അവിടെ. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, 10 പ്ലസ് 3 ഈക്വൽ എന്ത് കിട്ടും, ആൻസർ 13 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ a മൈനസ് ഈക്വൽ ടു ബി ആണ്. അപ്പൊ a മൈനസ് ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എന്താ, എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ എന്താണ് 3 ആണ്. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, 10 മൈനസ് 3 ഈക്വൽ ടു 7 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് മൾട്ടിപ്ലൈ ആൻഡ് അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, a ഇൻറ്റു ഈക്വൽ ടു ബി എന്നാണ്. അപ്പൊ എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 3. അപ്പൊ എന്ത് കിട്ടും, 10 ഇൻറ്റു 3 13 കിട്ടും. ദെൻ എന്താണ് ഡിവിഷൻ എന്താണ്, ഡിവൈഡ് അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, a ഡിവൈഡ് ഈക്വൽ ടു ബി ആണ്. അപ്പൊ 10 ഡിവൈഡ് ബൈ 3 എന്ത് കിട്ടും, 3.33 എന്ന് കിട്ടും. അത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. മോഡുലസ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ റിമൈൻഡർ സ്റ്റോർ ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ അത് എഴുതുന്നത് എങ്ങനെയാ, a എന്താണ് റിമൈൻഡർ ഈക്വൽ ടു ബി എന്നാണ്. ബിന്റെ കാരണം ബി ആ റിസൾട്ട് എവിടേക്കാ സ്റ്റോർ ചെയ്യുന്നത്, എന്റെ അകത്തേക്കാണ് സ്റ്റോർ ചെയ്യുക. എന്ന് വെച്ചാൽ 10 എന്താണ് മോഡുലസ് 3 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 1 ആണ്. ആ 1 എവിടേക്ക് സ്റ്റോർ ചെയ്യും, എന്റെ അകത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും അതേപോലെ തന്നെയാണ്. a എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്, ആ റിസൾട്ട് അങ്ങോട്ടേക്ക് അസൈൻ ചെയ്ത് പോകുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ കമ്പാരിസൺസിന് വേണ്ടി നമുക്ക് രണ്ട് വേരിയബിൾസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, വരുന്ന ഓപ്പറേറ്റേഴ്സ് എന്താ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ CPP-ലൊക്കെ നിങ്ങൾ C++ലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താ, a ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് a എന്ന് പറയുന്നത് 10 ആണ്, വാല്യൂ ഓഫ് b എന്താണ് 3 ആണ്. അപ്പൊ അത് രണ്ട് ഈക്വൽ ആണോ, അല്ല, രണ്ട് വാല്യൂസും ഈക്വൽ ആണെങ്കിൽ മാത്രം. നമ്മൾ നേരത്തെ ഒരൊറ്റ ഈക്വൽ ടു ആണെങ്കിൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. രണ്ട് ഈക്വൽ വരുമ്പോൾ അതെന്തായിരിക്കും, ഈക്വൽ ടു ആണ്. നമ്മൾ നോർമലി പറയുന്ന പോലെ തന്നെ എയും ബിയും ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അപ്പൊ എയുടെ ബിയുടെ വാല്യൂ സെയിം ആണോ, അല്ല, അപ്പൊ നമ്മൾ റിസൾട്ട് എന്തായിരിക്കും, ഫോൾസ് ആയിട്ടാണ് കാണിക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താ, നോട്ട് ഈക്വൽ ടു, a നോട്ട് ഈക്വൽ ടു ബി ആണല്ലോ, കറക്റ്റ് അല്ലേ, എയും ബിയും എന്തല്ല, ഈക്വൽ അല്ല. അപ്പൊ അവിടെ എന്ത് കാണിക്കും, റിസൾട്ടിൽ ട്രൂ എന്ന് നമുക്ക് എന്ത് ചെയ്യും, കാണിക്കും. a ലെസ് ദാൻ ബി എന്ന് നോക്കിക്കേ, a ലെസ് ദാൻ ബി നോക്കിയേ, എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. അപ്പൊ അവിടെ ഏതാ വലുത്, 10 ആണ് അല്ലെ. പക്ഷേ ഇവിടെ a ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ എന്താ, ഫോൾസ് ആണ് കാണിക്കുക, ബി അല്ലല്ലോ അല്ലെ. ആ ഒരു കണ്ടീഷൻ കൊണ്ട് ഫോൾസ് കാണിക്കും. a ലെസ് ദാൻ ഓർ ഈക്വൽ 10 എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എയിലേക്കാണ് വലുതായിരിക്കണം, അല്ലെങ്കിൽ എക്ക് ഈക്വൽ ആയിരിക്കണം എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അവിടെ എന്താണ്, ആ കണ്ടീഷൻ തെറ്റാണ്. അപ്പൊ അവിടെ എന്ത് കാണിക്കും, ഫോൾസ് കാണിക്കും. a ഗ്രേറ്റർ ദാൻ ബി, ട്രൂ ആയിരിക്കുമല്ലോ, കാരണം 10 ആണ് വലുത്. അപ്പൊ എന്ത് കാണിക്കും, ട്രൂ കാണിക്കും. a ഗ്രേറ്റർ ദാൻ ബിയിലും ഈക്വൽ ടു അല്ലെ, a ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ 10 ആണ് വലുത്, അല്ലെങ്കിൽ ഈക്വൽ ടു ബി ആയിരിക്കണം. അപ്പൊ 10 അതിനേക്കാളും വലുതുമാണ് അല്ലെ. അപ്പൊ അങ്ങനെ കാണിക്കുന്ന സമയത്ത് അത് എന്തായിരിക്കും, ട്രൂ ആയിട്ടാണ് കാണിക്കാം. ഓക്കെ ആണോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ ഓപ്പറേറ്റർ, ഈ റിലേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ നമ്മൾ രണ്ടിൽ കൂടുതൽ വാല്യൂസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ലോജിക്കൽ ഓപ്പറേറ്റർ. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ 3 ടൈപ്പാണ്, നിങ്ങൾക്ക് അറിയാം, ആൻഡ്, ഓർ, നോട്ട് അല്ലെ. ആൻഡ് സിമ്പിൾ ഇങ്ങനെയാണ്, ഓർ ഇങ്ങനെയാണ്, നോട്ട് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. a ആൻഡ് b എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസിനാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ വാല്യൂ ഓഫ് a ട്രൂ ആയിരിക്കണം, വാല്യൂ ഓഫ് ബിയും എന്താണ്, ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ട്രൂ ആയിട്ട് എന്ത് കാണിക്കുള്ളൂ, ആൻഡിൽ കാണിക്കുള്ളൂ. രണ്ട് റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം, ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാണിക്കുള്ളൂ, റിസൾട്ട് ട്രൂ കാണിക്കുള്ളൂ. ഇവിടെ എന്താണ്, ഒരു വാല്യൂ ട്രൂവും ഒരു വാല്യൂ എന്താണ്, ഫോൾസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് റിസൾട്ട് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ ആണോ. യെസ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓർ ആണ്. ഓർ എന്ന് പറയുമ്പോൾ എന്താ, രണ്ടും എന്താണ്, ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്താൽ മതി, ട്രൂ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്താൽ മതി, ട്രൂ ആയി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഓക്കെ ആണോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം, ട്രൂ ആയാൽ മാത്രമേ അവിടെ റിസൾട്ട് എന്ത് കിട്ടുള്ളൂ, ട്രൂ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൂവും മറ്റേത് ഫോൾസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഓറിന്റെ കേസിൽ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു വാല്യൂ എന്ത് ചെയ്താൽ മതി, ട്രൂ ആയി കഴിഞ്ഞാൽ അവിടെ ആൻസർ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. രണ്ട് ഫോൾസ് ആണെങ്കിൽ ഫോൾസ് ആയിരിക്കും. നോട്ടിനെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്ക് ഒറ്റ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ട്രൂ ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഫോൾസ് ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അതാണ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുന്ന 3 ഓപ്പറേറ്റർ ആണ്, ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്ന ഓപ്പറേറ്റർ ആണ് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ. സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ സിമ്പിൾ ആണ്, പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക. സ്ട്രിംഗ് അഡീഷൻ എന്ന് പറയുന്ന സമയത്ത് സ്ട്രിംഗ് എന്താ നമുക്ക് അറിയാം അല്ലെ, നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്ന വാല്യൂസ് എന്താണ്, സ്ട്രിംഗ് ആണ് ആണല്ലോ. ഇവിടെ നോക്കിക്കേ, ദ പ്ലസ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് ടു ജോയിൻ 2 സ്ട്രിംഗ്സ്. രണ്ട് സ്ട്രിംഗ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്,
ഈ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു വേരിയബിൾ എക്സ് കോമ വൈ, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു ഹലോ എന്ന് കൊടുത്തു, വൈ ഇസ് ഈക്വൽ എന്ത് കൊടുത്തു, വേൾഡ് എന്ന് കൊടുത്തു. അപ്പൊ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കൊടുത്ത് എന്താ സംഭവിക്കുക, റിസൾട്ട് എന്താ കിട്ടുക, ഈ രണ്ട് സ്ട്രിങ്ങും കൂടെ എന്ത് ചെയ്യും, ആഡ് ആയിട്ട് ഒറ്റ ഇതായിട്ട് മാറും, എന്ത് കാണിക്കും, ഹലോ വേൾഡ് എന്ന് കാണിക്കും. അപ്പൊ നമ്മൾ രണ്ട് സ്ട്രിങ്ങുകൾ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്ത് പറയുന്നത്, പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഇതാണ് ജാവാസ്ക്രിപ്റ്റിലെ പ്രധാനമായിട്ട് ഓപ്പറേറ്റർ. അരിതമാറ്റിക് ആൻഡ് റിലേഷണൽ, ലോജിക്കൽ ആൻഡ് സ്ട്രിങ് പറഞ്ഞ ഓപ്പറേറ്റേഴ്സ് ഒക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ജാവാസ്ക്രിപ്റ്റിലെ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പൊ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച അതേ കൺട്രോൾ സ്ട്രക്ചേഴ്സ് തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. ഇഫ്, എൽസ്, ഫോർ, വൈൽ, അതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അതും പഠിക്കാനുള്ളത്. അപ്പം കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആർ യൂസ്ഡ് ടു ചേഞ്ച് ദ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. കാരണം കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, ചേഞ്ച് ദ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ എന്ത് ചെയ്യുക, അതിന് ചേഞ്ചസ് വരുത്തുക, അല്ലെങ്കിൽ അതിന് ഫ്ലോനെ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ആ ഒരു എക്സിക്യൂഷൻ ഫ്ലോനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കുന്ന ഇഫ് സ്റ്റേറ്റ്മെന്റും അതേപോലെ എന്താണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദിസ് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വൻലി യൂസ്ഡ് എന്താണ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ എവരി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഫ്, എൽസ് ഒക്കെ പറഞ്ഞ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ് ഇഫും ഇഫ് എൽസും എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെന്റ് ഓർ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ എ സം കണ്ടീഷൻ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇഫും ഇഫ് എൽസും നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി CPP-ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കാരണം ഇഫ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം പഠിച്ച എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, ഇപ്പൊ ഒരു കുട്ടിയുടെ മാർക്ക് കൊടുത്തിട്ട് അത് ഗ്രേറ്റർ ദാൻ ഇത്ര മാർക്ക് ആണെങ്കിൽ പാസ്റ്റ് എന്ന് പ്രിന്റ് കാണിക്കണം, അല്ലെങ്കിൽ എന്ത് കാണിക്കണം, ഫെയിൽ എന്ന് പ്രിന്റ് കാണിക്കണം. അപ്പൊ അങ്ങനത്തെ കുറെ എന്താണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ആ ഒരു എക്സിക്യൂഷൻ എന്താണ് കൺട്രോൾ ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ഇഫും ഇഫ് എൽസ് എന്നും പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ എന്ത് പറഞ്ഞു, ഇഫും ഇഫ് എൽസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ സിന്റാക്സ് ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് സിന്റാക്സ് ഒക്കെ, നിങ്ങൾ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് ചേഞ്ചസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിൽ കാണിക്കാനില്ല. അപ്പൊ നോക്കാം ആദ്യം ഇഫ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ. കാരണം എന്ത് ചെയ്യും, ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താ, കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. ഇഫ് എൽസിൽ എങ്ങനെ സംഭവിക്കുന്നത്, സെയിം തന്നെയാണ്. ഇവിടെ എന്ത് സംഭവിക്കും, എക്സ്പ്രഷൻ ഉണ്ട്, കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ എൽസ് എന്ത് ചെയ്യും, രണ്ടാമത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ള അതേ എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിൽ വരുന്നത്. പ്രത്യേകിച്ച് ചേഞ്ചസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് എന്തിൽ കാണിക്കുന്നത്, ഈ ഇഫ് എൽസിൽ കാണിക്കുന്നത്. ദെൻ അതിനുശേഷം അല്ലെങ്കിൽ, കാരണം അതാ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു മാർക്കിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, ഒരു കുട്ടിക്ക് ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടി എന്താണ്, പാസ്സാണ്, അല്ലെങ്കിൽ എന്താണ്, ഫെയിൽ ആണ്. ഇവിടെ പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ജസ്റ്റ് എന്താണോ ആ പാസ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. എന്താണ് ഫോൾസ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് എന്തായി പോകും, എക്സിറ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ് എൽസിന്റെ സിന്റാക്സ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, അതിന്റെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച അതേ പ്രോഗ്രാമാണ്, പക്ഷെ അത് ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെ ചെയ്യുന്നു അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ HTML ഇതിനെന്താണ്, ഹെഡ്, ടൈറ്റിൽ, ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു. ഇതൊക്കെ സെയിം തന്നെ. ഫോൺ കളറൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. അതേപോലെ ബോഡിയിൽ നമ്മൾ എന്ത് കൊടുത്തു, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ്. ഇത് മറക്കരുത്, എപ്പോഴും നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതണം. ദെൻ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്തു, കീവേഡ് കൊടുത്തു. വേരിയബിൾ നെയിം എന്താ, മാർക്ക് 20 എന്ന് കൊടുത്തു. അപ്പൊ അവിടെ കണ്ടീഷൻ കൊടുക്കുകയാണ്, ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 30. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, സ്റ്റുഡന്റ് ഈസ് പാസ്ഡ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എൽസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം, പ്രിന്റ് ചെയ്ത് കാണിക്കണം, സ്റ്റുഡന്റ് ഈസ് ഫെയിൽഡ് അല്ലേ. അങ്ങനെ രണ്ടാ കണ്ടീഷൻ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ മാർക്ക് ഈക്വൽ, നമ്മളൊരു മാർക്ക് എന്താണ് എൻട്രി ചെയ്യണം, മാർക്ക് ഈക്വൽ ഇപ്പൊ എന്താണ് 35 ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ 35 ആണെങ്കിൽ ഇവിടെ ആദ്യം ചെക്ക് ചെയ്യും, ഈ കണ്ടീഷൻ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും, മാർക്ക് ഗ്രേറ്റർ ദാൻ 35 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ എന്താണ്, ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പ്രിന്റ് ചെയ്ത് കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ പ്രിന്റ് ചെയ്ത് കാണിക്കുക, ഈ ഫെയിൽഡ് എന്ന് പറയുന്ന സംഭവം പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പണ്ട് പഠിച്ച അതേ സംഭവം തന്നെയാണ് വരുന്നത്, പക്ഷെ അത് എന്തിൽ ചെയ്യുന്നുള്ളൂ, ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം എന്താ, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ ആണോ? ഇതാണ് ഇഫിന്റെ ഒരു പ്രോഗ്രാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ഇഫ് എൽസിന്റെ ആ ഒരു ഔട്ട്പുട്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുത്ത മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. 20 എന്ന് പറയുന്നത് എന്താണ്, 30നെക്കാളും കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ എന്ത് കാണിക്കും, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് എന്ത് കാണിക്കും,
ഫെയിൽഡ് ആണെന്ന് കാണിക്കുക. അപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ മാർക്ക് എന്താണ്, ഇപ്പൊ 35 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കാണിക്കുക, അവിടെ പാസ്റ്റ് എന്ന് കാണിക്കും. നമ്മൾ 30 അപ്പോൾ കൊടുത്താൽ എന്തായാലും പാസ്റ്റ് കാണിക്കും. 20 ആണ് നമ്മൾ നേരത്തെ ഈ പ്രോഗ്രാമിൽ നമ്മൾ എത്രയാണ് കൊടുത്തത്, 20 എന്നാണ് കൊടുത്തത്. അപ്പൊ 20 കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് കാണിക്കും, ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഫെയിൽഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ എന്ത് പഠിച്ചു, ഇഫ് പഠിച്ചു, ഇഫ് എൽസ് പഠിച്ചു, അതിന് സിൻടാക്സ്, അതിൻ്റെ എക്സാമ്പിൾസ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച അതേ സംഭവം തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ എൽസിഫ് ലാഡർ പറയുമ്പം എൽസിഫ് ലാഡറിന് അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, എ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു എ സെലക്ട് particular group of statement to be execute among several other group of a statement എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ എൽസിഫ് ലാഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കണ്ടീഷൻസ് വരുന്ന സമയത്ത് അത് നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അപ്പോൾ അത്രയും മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. കാരണം എൽസിഫ് ലാഡറിന് അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. കാരണം കുറച്ചും കൂടി ഈസി ആയിരിക്കും, അതിന് കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം പ്രോഗ്രാമിന്റെ ലെങ്ത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് എ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. ഇതാണ് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു സെന്റൻസ്. കാരണം ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അപ്പോൾ അതിന് സിൻടാക്സ് ആണ് നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യം സ്വിച്ച്, ദെൻ എന്ത് ചെയ്യും, ഒരു എക്സ്പ്രഷൻ കൊടുക്കും, ദെൻ എന്ത് ചെയ്യും, നമ്മൾ ബ്രേസ് ഓപ്പൺ ചെയ്യും, ദെൻ കേസ് വാല്യൂ 1 നമ്മൾ എന്താ ഒരു കേസാണ് നമ്മൾ കൊടുത്തിരുന്നത് നോർമലി നിങ്ങൾക്ക്. അപ്പോൾ അതിനകത്ത് എന്ത് കൊടുക്കും, സ്റ്റേറ്റ്മെന്റ്, ദെൻ ബ്രേക്ക് കൊടുക്കും, ദെൻ കേസ് വാല്യൂ, ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്. എത്ര കേസ് ഉണ്ടോ അത്രയും നമ്മൾ എന്ത് കൊടുക്കും, കേസ് കൊടുക്കും. അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ എന്ത് കൊടുക്കും, ഡിഫോൾട്ട് എന്ന് പറയും. കാരണം ഒന്നും ഓക്കെ അല്ലെങ്കിൽ, കാരണം ഈ കൊടുത്ത കേസസ് ഒന്നും ഓക്കെ അല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യും, ഡിഫോൾട്ടിൽ എന്താണോ കൊടുത്തത് അതായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ മറ്റു കാര്യങ്ങളില്ല. ഈ എക്സ്പ്രഷൻ എന്ത് ചെയ്യും, അവിടെ കണ്ടീഷൻ ഓരോ കേസായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാച്ച് ചെയ്ത് നോക്കും. ആദ്യം ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കും, ആ കണ്ടീഷൻ ഓരോ കേസായിട്ട് എന്ത് ചെയ്യും, കേസ് 1 ആയിട്ടുള്ളത് മാച്ച് ആണോ നോക്കും. മാച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത കേസ് 2 പോയി നോക്കും. ഇതിന് അടുത്തങ്ങനെ നോക്കി അവസാനം ഒന്നുമില്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യും, ഡിഫോൾട്ടിൽ എന്താണോ കിടക്കുന്നത് അതെന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ച് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ടു ക്രിയേറ്റ് എ വെബ് പേജ് ടു പ്രിന്റ് ഡേ ഓഫ് എ വീക്ക്. കാരണം നമ്മളൊരു വീക്കിലെ ഡേ നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോർമലി HTML ടാഗ് യൂസ് ചെയ്തു, ഓപ്പൺ ചെയ്തു, ഹെഡ്, ടൈറ്റിൽ, ജാവാസ്ക്രിപ്റ്റ്, സ്വിച്ച് നമ്മൾ ജസ്റ്റ് ടൈറ്റിൽ കൊടുത്തു, ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ദെൻ ബോഡി ഓപ്പൺ ചെയ്തു. ബോഡി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്തത്, സ്ക്രിപ്റ്റ്, നമ്മൾ ഏത് സ്ക്രിപ്റ്റാണ് യൂസ് ചെയ്തത്, ജാവാസ്ക്രിപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് സീക്വൽ എന്ത് കൊടുത്തു, ജാവാസ്ക്രിപ്റ്റ് കൊടുത്തു. പിന്നെ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഡി ആണ് വേരിയബിൾ, ഡി സീക്വൽ എന്ത് കൊടുത്തു, 3 അത് കൊടുത്തു. അപ്പൊ സ്വിച്ച് ഡി എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്വിച്ചിനകത്ത് എന്താ കൊടുത്തത്, എക്സ്പ്രഷൻ എന്താ, ഡി ആണ്. അപ്പൊ കേസ് 1 ആകുമ്പോൾ ഈ ഡി എന്താണ്, 3 അല്ലേ. അപ്പൊ ഡിയിലെ വാല്യൂ നമ്മൾ ചെക്ക് ചെയ്യും. ഇവിടെ കേസ് 1 ആണോ, കാരണം ഡിയിൽ കൊടുക്കുന്ന വാല്യൂ എന്താണ്, 3 ആണ്. അപ്പൊ 1 ആണോ, അപ്പൊ എന്തല്ല, അത് മാച്ച് അല്ല. അപ്പൊ നമുക്ക് ഇത് മാച്ച് ആണെങ്കിൽ ഇവിടെ എന്ത് പ്രിന്റ് ചെയ്ത് കാണിക്കും, സൺഡേ എന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കും അല്ലേ. അപ്പൊ അതല്ലാന്ന് പറയുമ്പോൾ ഓൾറെഡി എന്ത് ചെയ്യും, കേസ് 2 നമ്മൾ നോക്കും. കേസ് 2 നോക്കിക്കേ 2 ആണ്, കാരണം ഡിയുടെ വാല്യൂ 3 ആണ്. പക്ഷെ അവിടെ എന്തല്ല, മാച്ച് അല്ല. അപ്പൊ എന്ത് കാണിക്കില്ല, അവിടുന്ന് വീണ്ടും ബ്രേക്ക് ചെയ്ത് കേസ് 3 വരും. അപ്പൊ കേസ് 3 വരുന്ന സമയത്ത് കേസ് 3 എന്താണ്, കറക്റ്റ് ആണ്, ഡിയുടെ വാല്യൂ എന്താണ്, 3 ആണ്. അപ്പൊ ഇവിടെ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്, ട്യൂസ്ഡേ എന്ന് നമുക്ക് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. ദെൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പ്രോഗ്രാമിന് പുറത്തേക്ക് വരും. ഇപ്പൊ കേസ് 3 അല്ല എന്ന് വിചാരിക്കാം. ഇപ്പൊ 4 അല്ല, 5 അല്ല, 6 അല്ല, 7 അല്ല, ഒന്നും അല്ല. നമ്മൾ ഒരു 8 ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പൊ 8 കൊടുക്കുമ്പോൾ ഓൾറെഡി എന്താ പ്രിന്റ് ചെയ്യുക, ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ ഇവിടെ എന്താണോ കൊടുത്തത് ഇൻവാലിഡ് ഡേ എന്ന് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്തിട്ട് കാണിക്കും. ഇവിടെ ഡിയുടെ വാല്യൂ 3 ആയതുകൊണ്ട് ഏത് 3 ആ, കാരണം കേസ് 3 ആണ്, കാരണം ഡിയുടെ വാല്യൂ ആ കേസ് 3 അതും ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണോ കൊടുത്തത് അപ്പൊ അതായിരിക്കും എന്ത് ചെയ്ത് കാണിക്കുക, പ്രിന്റ് ചെയ്തിട്ട് കാണിക്കും. നമ്മൾ ഡിയുടെ വാല്യൂ 8 ആണെങ്കിൽ ഇവിടെ 7 വരെ ഉള്ളൂ നമുക്ക് അല്ലെ, 8 ഇല്ല. അപ്പം എന്ത് ചെയ്യും, ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ഡിഫോൾട്ടിൽ എന്താണോ കിടക്കുന്നത് ഇൻവാലിഡ് ഡേ എന്ന് എന്ത് ചെയ്യും, നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇതിന് അവസാനം നമ്മൾ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്ത് ബോഡി ക്ലോസ് ചെയ്ത് എന്ത് HTML ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കാണിക്കുക. ട്യൂസ്ഡേ ഞാൻ പറഞ്ഞല്ലോ എന്താണ്, നമുക്ക് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ 3 ഏതാണോ അതിലുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്തിട്ട് കാണിക്കുക. അപ്പൊ ഇങ്ങനെയാണ് സ്വിച്ചിന്റെ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്.